2-3 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് നാട്ടിലെത്തി വണ്ടി എഴുവാനെന്നും പറഞ്ഞാണ് രാവിലെ പുറത്തിറങ്ങിയത്. തോട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ KSEBിൽ ടച്ച് വെട്ടാമെന്ന ചേട്ടന്മാര് ചെയ്തു വെച്ചേക്കുന്ന സഹായങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ടച്ച് വെട്ടിയെന്ന് മൊത്തം എടുത്ത് തോട്ടിൽ വാരി ഇട്ടേക്കണം. ഇതൊക്കെ എടുത്ത് മാറ്റിയെടുത്ത് ഒതുക്കിയിടുള്ള നിയമം അവർക്ക് ഉണ്ടാകുന്നെന്ന് എനിക്കറിഞ്ഞു. നമ്മുടെ നാട്ടിൽ മിക്കുള്ള കുടുംബക്കാരും കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഈ തോടിനെയാണ്. കുളിക്കാനായാലും തുണി എഴുവാനായാലും എല്ലാ ആവശ്യങ്ങൾക്കും അവർ ഈ തോടാണ് ആശ്രയിക്കുന്നത്. ഇതെല്ലാം മാറ്റി ഒതുക്കിയിട്ട് പോണോന്നല്ല, കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ പണി കാണിക്കില്ലായിരുന്നു. പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലെന്നറിയാം. നമ്മൾ തന്നെ ഇത് മാറ്റണം. എന്തായാലും നമ്മളെ ആവശ്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇത് വൃത്തിയാക്കിയാലേ പറ്റുള്ളൂ. ഞാൻ അതങ്ങ് ചെയ്യാന്നങ്ങ് വിചാരിച്ചു. കണ്ടപ്പോ കുറച്ചേ ഉള്ളെങ്കിലും ചെയ്തു വന്നപ്പോ തോനെ ഉണ്ടായിരുന്നു. ടച്ച് വെട്ടിയിട്ടിട്ട് പോയിട്ട് പെയ്ത മഴയ്ക്ക് വന്ന അഴുക്കുകളാണ് കേട്ടോ ഇത് കൂടി കിടക്കുന്നത് മൊത്തം. നല്ല ഒഴുക്കിൽ പൊക്കൊണ്ടിരുന്ന വെള്ളമാണ് ഈ അഴുക്ക് കാരണം അണകെട്ടി കിടന്നത്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ എല്ലായിടത്തും കളഞ്ഞിട്ടുണ്ട്. ഈ തോടിഞ്ഞ് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആവണമെങ്കിൽ ഒരു നല്ലൊരു മഴ വേണം. നല്ല ഒഴുക്ക് വന്നാൽ മാത്രമേ ഈ അഴുക്കുകളൊക്കെ മൊത്തത്തിൽ പോവുള്ളൂ. ഒരു മഴയ്ക്ക് വന്ന എല്ലാ അഴുക്കുകളോട് കൂടി കിടന്നിട്ട് നല്ല പാടുണ്ടായിരുന്നു അത് വൃത്തിയാക്കാൻ. ചിലപ്പോ ഈ പാടുകൊണ്ടായിരിക്കും ആരും മൈൻഡ് ചെയ്യാതെ പോയത്. ഇത്ര അഴുക്ക് കൂടി കിടന്നതാണ് കേട്ടാ. കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയെങ്കിലും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മഴയും കൂടി പെയ്ത് ഈ തോടൊന്ന് ക്ലീൻ ആവണം. KSEBിക്കാരെ മൊത്തത്തിൽ കുറ്റം പറയണമെന്നല്ല കേട്ടാ. ചിലപ്പോൾ ഇത് നമ്മളും ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും. ഇത് വെറും കണ്ടന്റിന് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടാ. നമ്മുടെ നാടല്ലേ, ഇവിടെ ഇങ്ങനെയാണല്ലോ.